കുറച്ച് ദിവസമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ശതകോടീശ്വരൻ ഇലോൺ മസ്ക്. ഇപ്പോഴിതാ മസ്കിന് ഒരു ജാപ്പനീസ് പോപ്പ് താരത്തിൽ കുഞ്ഞു ജനിച്ചെന്ന റിപ്പോർട്ടുകളാണ് വൈറലാകുന്നത്. തന്റെ ബീജം ആവശ്യമുള്ള ആർക്കും നൽകാറുണ്ടെന്നും അങ്ങനെ പോപ്പ് താരത്തിന് നൽകിയെന്നും മസ്കിന്റെ മുൻ കാമുകി ആഷ്ലി സെൻക്ലെയറിനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. എലോൺ മസ്കിന്റെയും തന്റെയും മകനാണ് റോമുലസ് എന്ന അവകാശവാദം ഉന്നയിച്ച ആഷ്ലി സെൻക്ലെയറിന്റെ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച പുതിയ ലേഖനത്തിലാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. തനിക്ക് ലോകമെമ്പാടും കുട്ടികൾ ഉണ്ടെന്നും അതിലൊന്ന് ഒരു ജാപ്പനീസ് പോപ്പ് താരത്തിനാണെന്നും മസ്ക് തന്നോട് പറഞ്ഞിരുന്നുവെന്നാണ് അവർ വെളിപ്പെടുത്തുന്നത്. ജനനനിരക്ക് കുറയുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് കടുത്ത ആശങ്കയുണ്ടെന്നും തന്റെ ബീജം ചോദിച്ചവർക്ക് നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ആ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെന്നും സെയിൻക്ലെയർ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതൊക്കെ അദ്ദേഹത്തിന്റെ മനുഷ്യ സ്നേഹമാണെന്ന് തനിക്ക് തോന്നി. ചില ആളുകളിൽ കുട്ടികൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പൊതുവെ വിശ്വസിച്ചിരുന്നുവെന്നും സെയിൻക്ലെയർ പറയുന്നു. ലോകാവസാനത്തിന് മുൻപ് ലോകം മുഴുവൻ തന്റെ കുട്ടികളെ കൊണ്ട് നിറയ്ക്കണമെന്ന് മസ്ക് പറഞ്ഞതായി ആഷ്ലി സെൻക്ലെയർ ഏപ്രിലിൽ വെളിപ്പെടുത്തിയതും വൻ ചർച്ചകൾക്ക് കാരണമായിരുന്നു. പണവും കർശനമായ രഹസ്യ ഇടപാടുകളും ഉപയോഗിച്ചാണ് മസ്കിന്റെ ടീം ഈ നീക്കം നടത്തുന്നതെന്നും ആഷ്ലി അന്ന് വ്യക്തമാക്കിയിരുന്നു. കനേഡിയൻ സംഗീതജ്ഞയായ ഗ്രേസും മസ്കിന്റെ ബ്രെയിൻ കമ്പ്യൂട്ടർ കമ്പനിയായ ന്യൂറാലിങ്കിന്റെ എക്സിക്യൂട്ടീവുമായ ഷിവോൺ സിലിസും ഉൾപ്പെടെ 4 വ്യത്യസ്ത സ്ത്രീകളിൽ മസ്കിന് കുറഞ്ഞത് 14 കുട്ടികളെങ്കിലും ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഏപ്രിൽ വാൾസ്ട്രീറ്റ് ജേർണലിൽ വന്ന ഈ റിപ്പോർട്ടിനെ തുടർന്നാണ് ഏറ്റവും പുതിയ ന്യൂയോർക്ക് ടൈംസ് ലേഖനം വന്നത്. മസ്കിന്റെ യഥാർത്ഥ കുട്ടികളുടെ എണ്ണം പരസ്യമായി അറിയുന്നതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതേസമയം ജാപ്പനീസ് ഉദ്യോഗസ്ഥർ ഒരു പ്രമുഖ വനിതയ്ക്ക് ബീജം ദാനം ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് മസ്ക് അവകാശപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അവർക്ക് ഞാൻ ബീജദാതാവാകണം, പ്രണയമോ മറ്റോ ഒന്നുമില്ല, വെറും ബീജം മാത്രം എന്ന് സെയിൻക്ലെയറിന് അയച്ച ടെക്സ്റ്റ് മെസ്സേജിൽ പറയുന്നതായി ഇൻഡിപെൻഡൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ താൻ മസ്കിന്റെ കുഞ്ഞിന് ജന്മം നൽകിയെന്നും എന്നാൽ സിഗ്നൽ സന്ദേശങ്ങളിലൂടെ തന്റെ പിതൃത്വവും പരസ്പര ബന്ധവും രഹസ്യമായി സൂക്ഷിക്കാൻ മസ്ക് പറഞ്ഞുവെന്നുമാണ് സെയിൻക്ലെയർ ന്യൂയോർക്ക് ടൈംസ് ലേഖനത്തിൽ അവകാശപ്പെട്ടത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ ഇരുവരും മാർ എലാഗോയിൽ പോയ സമയത്ത് തനിക്ക് മസ്കിനെ അറിയാത്തതുപോലെ നടിക്കേണ്ടി വന്നുവെന്നും അന്ന് അവർ പറഞ്ഞിരുന്നു. എന്തായാലും മസ്കിന്റെ ടൈം അത്ര നല്ലതല്ലെന്നാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാകുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം രൂപീകരിച്ച താൽക്കാലിക കമ്മീഷനായ ഡോജിന്റെ ചുമതലയിൽ നിന്ന് ഇലോൺ മസ്ക് ഒഴിഞ്ഞത് കുറച്ചു ദിവസം മുൻപാണ്. ഇതിനു പിന്നാലെ ട്രംപുമായുള്ള മസ്കിന്റെ ബന്ധം ഉലഞ്ഞെന്ന വാർത്തകളും പുറത്തുവന്നു. മസ്ക് അതെല്ലാം നിഷേധിക്കുകയും ചെയ്തു. പിന്നാലെ ഇതിനോടനുബന്ധിച്ച യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മസ്കിന്റെ മുഖത്തെ പാടിനെ ചൊല്ലി വിവാദവുമുണ്ടായി. വലതു കണ്ണിന് സമീപം ഇടിയേറ്റതുപോലെയുള്ള ഇരുണ്ട പാടുമായാണ് മസ്ക് എത്തിയത്. കാഴ്ചയിൽ ക്ഷീണിതനുമായിരുന്നു. മസ്ക് ലഹരികൾ അമിത അളവിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന അമേരിക്കൻ മാധ്യമത്തിന്റെ റിപ്പോർട്ട് വന്ന് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു വൈറ്റ് ഹൌസിലെ ചടങ്ങ്. ട്രംപിന്റെ പ്രചരണ സമയത്തടക്കം മസ്ക് ലഹരി ഉപയോഗിച്ചെന്നും ആരോഗ്യം മോശമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മസ്കിന്റെ ലഹരി ഉപയോഗം മുമ്പും ചർച്ചയായിട്ടുണ്ട്. അതേസമയം മകൻ എക്സിനൊപ്പം കളിക്കുന്നതിനിടെ അവൻ ഇടിച്ചെന്നാണ് മസ്കിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.